ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്നും കത്തിച്ചിട്ടില്ല. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം കത്തിക്കാവേ. ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണേ. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ ഇച്ചിരി പാടായിരിക്കും. വിസ്ക് കയ്യിലില്ലെങ്കിൽ ഫോർക്ക് വല്ലതും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാവൂ. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചാൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ആയി വരാനായിട്ട്. പല രീതിയിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കുന്നവരുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റിന് സിറപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചേക്കണേ. ഇനി ഇതൊന്ന് കുറുകി വരണം. ഒരു ഇച്ചിരി ഒന്ന് അളവ് കുറയണം. ഇപ്പം ഇത് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ലേശം കൂടെ ഒന്ന് കുറുകട്ടെ. കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇപ്പം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അളവാണെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അതിന് മുമ്പ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്തണേ. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഇനി ബാക്കി മിക്സിംഗ് ഒക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ഈ അടുപ്പത്ത് തന്നെ വെച്ചേക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇരുന്നങ്ങ് കരിയുമൊക്കെ ചെയ്യും. ഒന്ന് മാറ്റി വെക്കണേ. തണുക്കാൻ വെച്ച് കഴിഞ്ഞാലും കുറേ നേരം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ചൂട് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഈ ചോക്ലേറ്റ് നന്നായിട്ട് ചൂടൊക്കെ പോയി ആറി വന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഡയറി വിപ്പിംഗ് ക്രീമാണ്. ഏത് വിപ്പിംഗ് ക്രീം വേണേലും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിപ്പം കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് വേണേലും ഉപയോഗിച്ചാൽ മതി. കയ്യിലുള്ള വിപ്പിംഗ് ക്രീം ഏതായാലും ഉപയോഗിക്കാവുന്നതാണ്. വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ബീറ്റ് ചെയ്യുന്നില്ല. ഇതുകൊണ്ടൊന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഈ ചോക്ലേറ്റ് മിക്സ് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു അലൂമിനിയം പേപ്പറും കൊണ്ടൊന്ന് ഇതിട്ട് ഒരു 8 മണിക്കൂറത്തേക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇത് ഫ്രീസറിലോട്ട് വെക്കാം. അതിനുശേഷം കാണിക്കാവേ. ഇപ്പോൾ ഒരു 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഒരുപാട് സെറ്റായിട്ടില്ല. അത്യാവശ്യം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ എടുത്തന്നേ ഉള്ളേ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഓവർനൈറ്റ് ഒക്കെ വെക്കണേ. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള
ചോക്ലേറ്റ് ഐസ്ക്രീം ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഈ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത്. ഇപ്പം മിക്കവാറും ആൾക്കാരൊക്കെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്